ഹലോ ഫ്രണ്ട്സ്, പവിത്രം സീരിയലിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡ് റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വിക്രത്തിൻ്റെ മനസ്സിലേക്ക് വേദ പതുക്കെ കയറി കൂടുകയാണ് കേട്ടോ. വിക്രവും വേദയും തമ്മിലുള്ള ആ അകലമൊക്കെ അങ്ങ് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. രാധയെക്കുറിച്ചിട്ടുള്ള സത്യങ്ങളെല്ലാം വിക്രം വേദയോട് തുറന്നു പറയുകയാണ്. അങ്ങനെ വേദ വിക്രത്തിനോട് കൂടുതൽ അടുക്കുകയാണ്. വിക്രത്തിനാണെങ്കിൽ വേദയോടുള്ള ദേഷ്യവും കുറയുന്നുണ്ട്. പക്ഷെ അത്ര അടുപ്പമൊന്നും കാണിക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒരു റൊമാൻറ്റിക് സീൻ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ റൊമാൻറ്റിക് അല്ല താനും. ആ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ സുധാകര മാഷ് രാവിലെ തന്നെ പറയുകയാണ് കേട്ടോ വിശ്വത്തിനോട്. അയ്യോ, കുറച്ച് കാശെടുത്ത് കൈ വെച്ചിട്ടാണ് പറയുന്നത്. ഇന്ന് കറണ്ട് ചാർജ് കെട്ടേണ്ട ലാസ്റ്റ് ദിവസമാണ്. ഇന്ന് കെട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഫ്യൂസ് വരും. അതുകൊണ്ട് നീ ഒന്ന് പോകണം. എനിക്ക് അത്യാവശ്യമായിട്ടൊരു മീറ്റിംഗ് ഉണ്ട്, അതിന് പോകാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണെന്ന് പറയാണ്. അപ്പോൾ വിശ്വം പറയുന്നുണ്ട്, അത് കുഴപ്പമില്ല അച്ഛാ, ഞാൻ പൊക്കോളാം എന്ന് പറയാണ്. മറക്കരുത്, ഇന്ന് തന്നെ കറണ്ട് ചാർജ് അടയ്ക്കണം, ഇല്ലെങ്കിൽ ഇന്ന് ഫീസ് ഊരിക്കൊണ്ട് പോവും. അതുകൊണ്ടാണ് ഞാൻ മറന്നുപോയി എന്ന് പറഞ്ഞ് ആ കറണ്ട് ചാർജ് അടയ്ക്കാനുള്ള 1500 രൂപ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വിശ്വം പറയുന്നുണ്ട്, ശരി ഞാൻ പോയിക്കോളാം എന്ന് പറയാണ്. അങ്ങനെ വിശ്വം കറണ്ട് ചാർജ് അടയ്ക്കാനായിട്ട് പോവാണ് കേട്ടോ. സൈക്കിളിൽ പോയിക്കോളാനാണ് പറയുന്നത്. അങ്ങനെ സൈക്കിളും എടുത്ത് വിശ്വം പോവാണ്. അങ്ങനെ പോയി വഴി വെച്ചിട്ട് വിശ്വത്തിൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാണ്. അപ്പോൾ വിശ്വനെ കാണുമ്പോഴേ അയാൾ വരുന്നുണ്ട്. എടാ നിൽക്കണ വിശ്വ, നിൽക്കെന്ന് പറഞ്ഞ് വരികയാണ്. അപ്പോൾ വിശ്വം അവിടുന്ന് ഊട്ടുവാണ്. അയാൾ ഇപ്പുറത്തൂടെ വന്ന് പിടിക്കുകയാണ്. എന്നിട്ട് പറയാണ്, അമ്പടാ കള്ള, നീ എന്നെ കണ്ട് മുങ്ങി നടക്കുകയാണല്ലേ? നീ അന്ന് വാങ്ങിച്ച 2000 രൂപയുണ്ടല്ലോ, അതെവിടെ? എത്ര നാളായി നിന്നെ അന്വേഷിച്ച് നടക്കുന്നു? അപ്പം വിശ്വം പറയാണ്, അത് എനിക്കിപ്പോൾ പണിയൊന്നും ആയില്ലടാ, പണിയൊന്നുമില്ല, അതുകൊണ്ടാണ്. പണി കിട്ടിയ ഉടനെ ഞാനത് തിരിച്ചു തരാം. അപ്പോഴേക്കും അയാൾ പറയാണ്, പിന്നെ എനിക്ക് ഇത്രയും നാളായിട്ട് നിനക്ക് പണിയായില്ല, ഇനി നിനക്ക് പണിയാകുന്നത് ഞാൻ നോക്കിയിരിക്കാം. 6 മാസമായല്ലോ നീ അത് വാങ്ങിയിട്ട്, അതെനിക്കിപ്പോൾ കിട്ടണം, ഇപ്പം പൈസ ഇല്ലടാ എന്ന് പറയാണ്. അപ്പോൾ പെട്ടെന്ന് അയാൾ വിശുദ്ധിൻ്റെ പോക്കറ്റിലേക്ക് കൈയിടുകയാണ് കേട്ടോ. പോക്കറ്റിൽ കൈയിട്ടിട്ട് പോക്കറ്റിൽ കിടക്കുന്ന പൈസ ഇങ്ങ് എടുക്കുകയാണ്. പൈസ എടുത്തിട്ട് നോക്കുകയാണ്. ആഹാ, ഇത് 1500 രൂപ ഉണ്ടല്ലോ, ശരി ഇതെൻ്റെ കയ്യിലിരിക്കട്ടെ എന്ന് പറയണം. എടാ അത് എടുക്കല്ലടാ, അത് കറണ്ട് ചാർജ് കെട്ടാനുള്ള പണമാണ്, അച്ഛൻ തന്നതാ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ട് വിശ്വം, ഇതെൻ്റെ കയ്യിലിരിക്കട്ടെ, ഇനി 500 രൂപയേ ഉള്ളൂ നമ്മൾ തമ്മിൽ കടവേ, അത് ഇനി കാണുമ്പോൾ ഞാൻ മേടിച്ചോളാവേ എന്ന് പറഞ്ഞ് അയാൾ ആ പണമായിട്ട് പോവാണ്. അവൻ വിശ്വം അവിടെ വിഷമിച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. കറണ്ട് ചാർജ് കെട്ടാനുള്ള പണമല്ലേ, അതും കൊണ്ട് അവൻ പോയില്ലേ എന്നൊക്കെ ആലോചിച്ചിട്ട്. അങ്ങനെ വൈകുന്നേരം ആകുകയാണ് കേട്ടോ. വൈകുന്നേരം അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ വേദ മാറിയിരിക്കുകയാണ്. വേദ സുധാകരൻ മാഷിൻ്റെയും മക്കളുടെയും കൂടെയൊന്നും ഇരിക്കുന്നില്ല. വേദയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നുമില്ല. വേദ മാറിയിരുന്ന് ഫോണിലിങ്ങനെ നോക്കിയിരിക്കുന്ന സമയമാണ് കേട്ടോ. അപ്പം സുധാകരൻ മാഷ് അവിടെ ഇരുന്ന് പറയുന്നുണ്ട്, എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പറയാണ് വിക്രത്തിനെ കുറിച്ചിട്ട് പറയാണ്. എൻ്റെ കുട്ടികളുടെ ഒരു റിയൂണിയൻ ആയിരുന്നു ഇന്ന്, ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഞാൻ പഠിപ്പിച്ച പല കുട്ടികളും ഉണ്ടായിരുന്നു. അവരെല്ലാവരും ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, കാനഡയിൽ, അമേരിക്കയിൽ, ഓസ്ട്രേലിയയിൽ അങ്ങനെയൊക്കെ ആയി കോടീശ്വരന്മാരായിട്ട് ജീവിക്കുകയാണ് എന്ന് പറയാണ്. അപ്പോഴേക്കും വിശ്വം ചോദിക്കുന്നുണ്ട്, അത് വിക്രത്തിൻ്റെ ബാച്ചല്ലേ അത് അവരെല്ലാവരും എന്ന് പറയുമ്പം അവൻ്റെ പേര് നീ ഇവിടെ മിണ്ടരുത്. അവൻ്റെ കാര്യം പറഞ്ഞിട്ടാണ് എനിക്ക് നാണക്കേട് ഉണ്ടാകുന്നത്. അവരെല്ലാവരും എന്നോട് ചോദിക്കുകയാണ്, മാഷിൻ്റെ മോൻ വിക്രം ഡോക്ടറായോ എഞ്ചിനീയറായോ അതോ IAS കാരനായോ IPS കാരനായോ എന്നൊക്കെ. ഞാൻ എന്താ അവരോട് പറയേണ്ടത്? അവനൊരു തെമ്മാടിയാണെന്നോ അവനൊരു ഗുണ്ടയാണെന്നോ എന്താ ഞാൻ പറയേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ദേഷ്യപ്പെട്ടിരിക്കുക കേട്ടോ. ഇത് കേൾക്കുമ്പം കമലമ്മയ്ക്കും ഭയങ്കര വിഷമമാവുകയാണ് വിക്രത്തിനെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുമ്പം. അപ്പോഴേക്കുമാണ് വിക്രം അങ്ങോട്ട് കയറി വരുന്നത്. അപ്പോൾ വിക്രം വരുമ്പം തന്നെ എല്ലാവർക്കും ഒരു പേടിയാവുന്നുണ്ട്. നന്ദിനിയൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. വിക്രം പറയാം, ആഹാ എല്ലാവരും ഭക്ഷണം കഴിച്ചിരിക്കുകയാണോ, എനിക്കും ഭക്ഷണം എടുക്കാമേ എന്ന് പറഞ്ഞ് ആ കൂട്ടത്തിൽ ഇരിക്കുകയാണ് കേട്ടോ. ആ കൂട്ടത്തിൽ ഇരിക്കുമ്പോഴേക്കും സുധാകരൻ മാഷിന് അത് ഇഷ്ടപ്പെടുന്നില്ല. സുധാകരൻ മാഷ് കഴുപ്പൊക്കെ നിർത്തിയിട്ട് പറയണം, ഇവൻ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭക്ഷണം വേണ്ട, ഇവൻ കഴിച്ചു കഴിഞ്ഞിട്ട് വിളിക്കുക, അപ്പോൾ ഞാൻ വരാം എന്ന് പറയാണ് കമലമ്മയോട്. അപ്പോഴേക്കും വിക്രത്തിന് കാര്യം പിടികിട്ടുക. വിക്രം പെട്ടെന്ന് എണീറ്റ് മുറിയിലേക്ക് പോവാണ്. എന്നിട്ട് പറയാണ്, അമ്മേ എല്ലാവരും കഴിച്ച് കഴിയുമ്പം എന്നെ വിളിച്ചാൽ മതി, ഞാൻ വന്ന് ഭക്ഷണം കഴിച്ചോളാം എന്ന് പറഞ്ഞ് കയറിപ്പോകാൻ തുടങ്ങുക. അപ്പോൾ വേദ അവിടെ ഇരിപ്പുണ്ട്. വേദയ്ക്കൊരു വിഷമമൊക്കെ ആകുന്നുണ്ട്. അപ്പോഴേക്കും പെട്ടെന്ന് കറണ്ട് പോവാണ് കേട്ടോ. കറണ്ട് പോകുമ്പോൾ എല്ലാവരും അയ്യോ കറണ്ട് പോയല്ലോ എന്നും പറഞ്ഞ് ഭക്ഷണത്തിന് മുമ്പിൽ ഇരുട്ടാതിരിക്കുക. അപ്പോൾ കമലമ്മ ചോദിക്കുന്നുണ്ട് നന്ദിനിയോട്, നന്ദിനി ആ മെഴുകുതിരിയൊക്കെ എവിടെയാണ് ഇരിക്കുന്നത്?
അപ്പോൾ ശ്രീജ പറയാണ്, അമ്മ ആ അലമാരയുടെ മുകളിൽ ഇരിപ്പുണ്ട് മെഴുകുതിരി എന്ന് പറയാം. ഉടനെ തന്നെ വേദ അവിടെ നിന്ന് എണീറ്റ് പോയിട്ട് ആ മെഴുകുതിരി എടുക്കുകയാണ് കേട്ടോ. അപ്പം മുകളിലേക്ക് പോകാൻ പോകുന്ന വിക്രം അവിടെ നിൽക്കുകയാണ്. വേദ പോയി ആ മെഴുകുതിരിയൊക്കെ എടുത്തിട്ട് കത്തിച്ച് ഓരോരോ സ്ഥലത്ത് ഇങ്ങനെ വെക്കുക. അപ്പോൾ ഭക്ഷണം കഴിക്കുന്നവരുടെ മുമ്പിലും കൊണ്ട് വെക്കുന്നുണ്ട്. ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. എന്നിട്ട് വേദ അവിടെ തന്നെ പോയിരിക്കുക. അപ്പോൾ ഇത് കാണുമ്പോൾ വിക്രത്തിനൊരു സന്തോഷമൊക്കെ ആകുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പം ഉടനെ തന്നെ കമലമ്മ പറയുന്നുണ്ട്, നമ്മുടെ വീട്ടിൽ മാത്രമേ കറണ്ട് പോയുള്ളൂ, അതോ എല്ലായിടത്തും പോയോ എന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ നോക്കിയിട്ട് പറയുന്നുണ്ട് നന്ദിനി, അത് അപ്പുറത്തൊക്കെ ഉണ്ടല്ലോ, നമുക്ക് മാത്രമേ പോയുള്ളൂ, അതെന്താ അങ്ങനെ പോയത് എന്ന് പറയാണ്. അന്നേരം വിക്രം പറയുന്നുണ്ട്, ഞാൻ വിളിച്ച് ചോദിക്കാമെന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. വിളിക്കുമ്പം പറയുന്നുണ്ട്, അതെന്തോ ഫീസ് പോയതായിരിക്കും, ഇനിയിപ്പോൾ ഇന്ന് വരില്ല, നാളെ അങ്ങോട്ട് ചെന്നാൽ മതി എന്ന് പറയുകയാണ് കേട്ടോ. അപ്പം ഉടനെ സുധാകരൻ മാഷ് ചോദിക്കുന്നുണ്ട് വിശ്വത്തിനോട്, രാവിലെ ഞാൻ കറണ്ട് ചാർജ് അടയ്ക്കാൻ പണം തന്നില്ലേ നിൻ്റെ കയ്യിൽ, നീ അടച്ചായിരുന്നോ അതോ ഇനി അടയ്ക്കാതിരുന്നോ? അപ്പോൾ വിശ്വം പറയാണ്, അതൊക്കെ അടച്ചായിരുന്നു വെച്ചാൽ അപ്പോൾ തന്നെ അടച്ചായിരുന്നു എന്ന് പറയാം. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ശ്രീജയ്ക്ക് മനസ്സിലാകുകയാണ് കേട്ടോ, കറണ്ട് ചാർജ് അടയ്ക്കാത്തതുകൊണ്ട് ഫ്യൂസ് ഊരിയതാണെന്ന്. അങ്ങനെ ശ്രീജ ഭക്ഷണമൊക്കെ കഴിക്കാതെ എണീറ്റൊക്കെ പോവാണ് വിഷമിച്ച്. എന്നിട്ട് റൂമിൽ ചെന്ന് വിശ്വത്തിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ കറണ്ട് ചാർജ് അടച്ചില്ല അല്ലേ, നിങ്ങൾ ഒരു ജോലിക്കും പണിക്കും പോവാതെ ഇവിടെ ഇരിക്കുന്നു, നിങ്ങൾ ജോലി ചെയ്യാത്തതിൻ്റെ ജോലി കൂടി ഞാൻ ഈ വീട്ടിൽ ചെയ്യുന്നുണ്ട്, എൻ്റെ വേർപ്പ് ഈ വീട്ടിൽ ഒഴുക്കുന്നുണ്ട്, എന്താണെന്നറിയാമോ, നിങ്ങൾ ജോലിക്ക് പോകാത്തത് കൊണ്ട് എന്ത് സഹിക്കാം, എല്ലാവരും ചോദിക്കുന്നതും പറയുന്നതും എല്ലാം. ഇപ്പം കറണ്ട് ചാർജ് അടയ്ക്കാൻ തന്ന പണം കൂടി നിങ്ങളെടുത്ത് എന്ത് കാണിച്ചു, ഇനിയിപ്പം അതും ഞാൻ കേൾക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുകയാണ് കേട്ടോ പാവം ശ്രീജ. അത് കഴിയുമ്പോഴേക്കുമാണ് എല്ലാവർക്കും ഭയങ്കര ഉഷ്ണമാണ്, ആവി എടുത്തിട്ട് ഭയങ്കര ചൂടായിട്ട് എല്ലാ ജനലെല്ലാം തുറന്നിട്ടാണ് എല്ലാവരും കിടക്കുന്നത് കേട്ടോ. അതുപോലെ വേർത്ത് കുളിച്ചാണ് നമ്മുടെ വിക്രം കിടക്കുന്നത്. അതേസമയം വേദയാവട്ടെ മുറിയിലേക്ക് കയറി വരികയാണ് വിക്രത്തിൻ്റെ. അപ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഇവിടെ വന്നത്, ഞാനിവിടെ കിടക്കാൻ, നീ എന്തിനാ ഈ റൂമിൽ കിടക്കുന്നത്, നീ അവിടെയല്ലേ കിടക്കുന്നത്, ഈ വീട്ടിലെ എല്ലാ ജനലുകളും ഇപ്പോൾ തുറന്നിട്ടിരിക്കുക, എനിക്ക് അവിടെ കിടക്കാൻ പേടിയോ ഒറ്റയ്ക്ക്, അതുകൊണ്ടാണ്. പിന്നെ നിന്നെ ജനലിൻ്റെ ഇടവഴി ആരെടുത്തോണ്ട് പോകാനാ, അതൊന്നും അല്ല, എനിക്ക് പേടിയാണ്, ഞാനിപ്പോൾ ഇവിടെ കിടക്കുന്നത്, അതിന് തനിക്കെന്താ എന്ന് പറഞ്ഞ് നിലത്ത് പാവിരിച്ച് കിടക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഉടനെ വിക്രം പറയുന്നുണ്ട്, നിൻ്റെ വീടൊന്നും അല്ലല്ലോ ഇത്, ഇവിടെ നിലത്ത് ഷീറ്റ് വിരിച്ച് കിടക്കാനായിട്ട് നീ എണീറ്റ് പോകുന്നുണ്ടോ? ഇല്ല, ഞാൻ തൽക്കാലം പോവില്ല, ഞാൻ ഇവിടെ തന്നെയാണ് കിടക്കുന്നതെന്ന് പറയും. അപ്പോൾ വേദയുടെ കയ്യിൽ ഒരു ഫാനുണ്ട് കേട്ടോ, ബാറ്ററി കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഫാൻ, ചാർജ് ചെയ്യുന്ന ഫാൻ, അതിങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ. അത് വെച്ച് വേദ നല്ല കാറ്റുകൊണ്ട് കിടക്കുക, അതേസമയം വിക്രം നല്ല വേർത്ത് കുളിച്ച് കിടക്കുകയാണ്. അങ്ങനെ വേദ കിടന്ന് ഉറങ്ങുമ്പോൾ വിക്രം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടേ അപ്പോൾ വേദ കണ്ണ് തുറന്ന് നോക്കുക, എന്താ ഒന്നുമില്ല, ചുമ്മാ നോക്കിയതാന്ന് പറയാണ്. അപ്പോൾ ഇങ്ങനെ നോക്കി വേദ ഉറങ്ങിയെന്നറിയുമ്പോൾ വിക്രം അവിടെ നിന്ന് എണീറ്റ് വന്ന് പമ്മി വന്ന് ആ ഫാൻ എടുത്തുകൊണ്ട് പോയി വിക്രത്തിൻ്റെ അടുത്തേക്ക് വെക്കുകയാണ്. എന്നിട്ട് പറയാൻ, അമ്പടി നീ ഇച്ചിരി ചൂട് കൊണ്ടങ്ങ് കിടന്നാൽ മതി, അത്രയൊക്കെ സൂചിച്ചാൽ മതി, ഈ ഫാൻ തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ, എനിക്ക് കാറ്റ് കൊള്ളാം എന്ന് പറഞ്ഞിട്ട് വിക്രം അതങ്ങ് വെച്ച് അതിൻ്റെ കാറ്റൊക്കെ കൊണ്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ. അതേസമയം രാവിലെ എണീക്കുമ്പോൾ വേദ വിക്രത്തിനോട് ചോദിക്കുന്നുണ്ട്, ഇന്നലെ രാത്രിയിൽ എൻ്റെ ഫാൻ എടുത്തല്ലേ കാറ്റ് കൊണ്ടത്, പിന്നെ നിൻ്റെ ഫാൻ എടുത്ത് കാറ്റ് കൊള്ളാത്ത കുഴപ്പമല്ലേ എനിക്കുള്ളൂ, ഞാൻ എടുത്തൊന്നുമില്ല, പിന്നെ നീ അവിടെ കിടക്ക്, ഞാൻ ഇത്തിരി കാറ്റ് കൊള്ളട്ടെ എന്ന് പറഞ്ഞ് ഫാൻ എടുത്തുകൊണ്ട് പോയി അവിടെ വയ്ക്കുന്നത് ഞാൻ കണ്ടു, ഞാൻ ബോധമില്ലാതെ കിടന്ന് ഉറങ്ങുകയാണെന്നാണ് വിചാരിച്ചത്, പറയുമ്പോൾ വലിയ ജാടയാണല്ലോ, എന്നിട്ട് കട്ടെടുക്കുന്നതിന് ഒരു കുഴപ്പമില്ലല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.